ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് എവിടാണ്? എന്റെ കിച്ചണിലാണ്. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇന്നത്തെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നാട്ടിൽ നിന്നൊരു കുക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി. അപ്പോൾ നാട്ടിൽ നിന്നുള്ള കുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുക്കുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. അപ്പം കുക്കിനെ ഞാൻ കാണിക്കാം. കുക്ക് ഇല്ല, നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നമുക്ക് അപ്പവും കറി ഉണ്ടാക്കി തരണം. അപ്പം കറിയല്ലേ ഉണ്ടാക്കി തരാം. എങ്ങനുണ്ട് ജർമ്മനി വന്നിട്ട്? 2 ദിവസം ഒരു ദിവസമേ വന്നുള്ളൂ, അപ്പോഴത്തേക്കൊന്നും ആയില്ല. വന്നിട്ട് ക്ലൈമറ്റ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. വെതറൊക്കെ കൊള്ളാം, നല്ലതാണ്. നാട്ടിലെ വെച്ച് നോക്കുമ്പോ അത്ര ചൂടൊന്നും ഇല്ല. പറഞ്ഞാൽ പക്ഷെ നാട്ടിൽ എത്ര നീ ഇങ്ങോട്ട് വരുമ്പോ ടെമ്പറേച്ചർ? 35 ഒക്കെ ആയിരുന്നു, 35. ഇപ്പൊ ഇവിടെ 34, 35 ഒക്കെയാ. പക്ഷെ അത്രയും ചൂടില്ല. പക്ഷെ തണുപ്പാകുമ്പോഴത്തേക്ക് നീ ഇത് മാറ്റി പറഞ്ഞോളൂ. അല്ല, നീ ഫുഡ് ഉണ്ടാക്കാൻ വന്ന, നീ ഇതുണ്ടാക്കാൻ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നേ. വന്നിട്ട് അപ്പം ഉണ്ടാക്കി വന്നേ, എഴുതേക്ക്. അപ്പൊ അല്ല, അടുത്ത അത് നീ നോക്കി ഇതാക്കണം, എന്നിട്ട് വേണം നീ അടുത്ത അപ്പം ഉണ്ടാക്കാൻ. ഓക്കെ, ഇവിടുത്തെ കിച്ചണിനെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താ? കിച്ചണ് എന്തൊക്കെയാണ് ഇവിടുത്തെ നാട്ടിലെ വ്യത്യാസം തോന്നുന്നത്? നാട്ടിലെ വ്യത്യാസം തോന്നുന്നു പറഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റേ ഇൻഡക്ഷൻ ടൈപ്പാണ്. ആദ്യം തൊട്ട് നോക്കി വന്നു നാട്ടിലെത്ര. ഇവിടെ തപ്പം തട പൊങ്ങാത്തത് അതിന്റെ ആയിരിക്കും കുറച്ച്. സാധാരണ ഇവിടുത്തെ പൊങ്ങണ്ടാണ് അപ്പം. മുട്ടക്കറിക്കുള്ള ഉള്ളിക്കറി വീഡിയോക്ക് വേണ്ടി ചുമ്മാ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞോ. കൊറേ നേരം അങ്ങോട്ട് നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ പാത്രം പൊക്കി നോക്കുന്നു, ഇവിടെ വന്നിട്ട് കറി 2 ഇളക്കിളക്കുന്നു, ഉണ്ടാക്കി വെച്ചേക്കുന്നു. പാലപ്പം മിക്കാറ് റെഡി ആകത്തില്ലെന്ന് തോന്നുന്നു. പഴം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാ പഴം നീ കഴിക്കും. നിനക്ക് വേണോ പഴം? പഴം വേണ്ട. ഇതാണ് ഇവിടുത്തെ പഴം. അതെന്ത് പറ്റി? അപ്പൊ ഇത്രയും ഇത് അപ്പൊ എന്ന് നമ്മൾ ഇവനെ കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് ഇവനെ കൊണ്ടുവന്നേ പഴം കഴിക്കുക. പഴം കാണണമെന്ന് പറയാം. നാട്ടിലെ പഴം ഇവിടുത്തെ പഴം തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാം. നാട്ടിലെപ്പോഴും ഇവിടുത്തെ പഴം വ്യത്യാസം. എല്ലാ പഴവും കൊള്ളാം. ഇതില് വൈറ്റമിൻ ബി, സി, ഡി, ഇ എല്ലാം വരുന്ന പഴമാണ്. സീരിയസ്ലി, സത്യം. മറ്റേ മുട്ടയിലെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ടോ? എടാ ശരിക്കും കൊള്ളാം അല്ലേ? എന്റെ കൈ നമുക്ക് പുറത്തിറങ്ങാൻ നടക്കാം. ഏതാ ചെരുപ്പ്? തോണ്ട് ചെരുപ്പ് ആണോ? പുറത്തിടുന്ന ചെരുപ്പാണോ? തോണ്ട്. ആ ഇത് പുറത്തിടുന്നാണോ? ഇത് പുറത്തുനിന്ന്. നീ എന്താ എന്നെ പിടിച്ചോണ്ടിരിക്കും പോകുന്നത്? ചൂട് ഇപ്പൊ സീനില്ലടാ. അല്ല, നിനക്ക് നാട്ടിൽ നിന്ന് വന്നോണ്ട് ചൂടില്ല, ഞങ്ങക്ക് ഭയങ്കര സീനാണ്. ഇങ്ങോട്ട് മാറി വരുമ്പോ നീ ചായ കൂടെ ഇവിടെ റോഡിൽ പോകുന്ന അപ്പുറത്തെ കിട്ടും. ചായ കൂടെ അപ്പുറത്തെ വീട്ടിൽ പോകുന്നു രാവിലെ. ഗൈസ്, ഇന്ന് ഞങ്ങള് രാവിലെ എഴുന്നേറ്റപ്പോ ഇവൻ ഇവിടെ ഈ മരത്തിന്റെ ചോട്ടിൽ നിന്ന് പല്ല് തേച്ചോണ്ടിരിക്കുക.
രാവിലെ നോക്കിയപ്പം ഇവന് ഈ മരത്തിന്റെ ഇവിടെ നിന്ന് പല്ല് കേൾക്കുന്നു നാട്ടിലെ പോലെ. ഈ പോച്ച എത്തണമെന്നാ പറഞ്ഞേക്കുന്നത്. പുല്ലെല്ലാം വളർന്നു നിൽക്കുന്നു. ഈ റോസാപ്പൂവും നാട്ടിലെ റോസാപ്പൂവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവിടെ ഞാൻ ദൂരെ നിന്നാണ് പറഞ്ഞ് ചെമ്പരത്തിയാന്ന് കരുതി. കഴിക്കാം. ഇത് കഴിച്ചിട്ടാണോ ഉച്ചക്കത്തെ കഴിക്കാൻ? അത് കഴിഞ്ഞിട്ടാണോ വൈകിട്ടത്തെ കഴിക്കാൻ? മറ്റേ യേശു അപ്പച്ചൻ മറ്റേ ഇത് വീഞ്ഞാക്കിയ പോലെ താണ്ടേ അവള് അപ്പം ഞാൻ ബ്രെഡാക്കി. അപ്പം ആണെങ്കിൽ ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് നൈസിന് ബ്രെഡ് കഴിക്കും. കൈ അവിടെ വെച്ചിട്ടൊന്നും അവിടെ അവിടെ നീ അതിനകത്ത് കൈ വെച്ചതാ അപ്പത്തിനകത്ത്. അല്ല, നീയായിരുന്നു കുക്ക്. നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇന്നലെ രാത്രി നീ അപ്പത്തിന് അരച്ചത്. ഞാൻ അരച്ചില്ല, നീയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നാട്ടിലെ മുട്ട ഈ മുട്ട തമ്മിൽ നിനക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? അതിലെ മുട്ട ഈ മുട്ട ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കട്ടെ. നാട്ടിലെ മുട്ടയ്ക്ക് വാലുണ്ട്. കഴിക്കാം, എന്നിട്ട് പറയണം. ഇത് മറ്റേ മേശിരിമാരെ സിമെന്റ് പോരുന്ന പോലത്തെ ഒരു സാധനം. സിവിലല്ലേ, അപ്പൊ ഇതൊക്കെ ശീലമാക്കണ്ടേ? മതിയോ? ഗൈസ്, നമുക്ക് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇവനെ വെച്ച് വരുന്നതായിരിക്കും. എല്ലാവർക്കും പറഞ്ഞു തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, നമ്മുടെ അടുത്ത വീഡിയോ നമ്മള് ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി അല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നീ പാത്രമൊക്കെ ഒന്ന് കഴുകി ഇല്ലില്ല, പാത്രമൊക്കെ നീ കഴുകി വെക്കും. അന്നേരത്തേക്ക് ഞാൻ ഇവനെ കൊണ്ട് ജർമ്മനിയുടെ സൗന്ദര്യമൊക്കെ കാണിച്ച്. ഏതാ പാത്രം നീ കഴുകും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് കാണാണ് അല്ലേ. അപ്പൊ ഞങ്ങള് ബ്ലാക്ക് ഫോറസ്റ്റ് കാട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ജർമ്മനിയുടെ കാട്ടിലെയും ഗ്രാമ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി അല്ലേ. അപ്പൊ പോവാം, വാ കമാ. അത് മൊത്തം പൈൻ ഫോറസ്റ്റ് അവിടെ. ഞാൻ നാളെ ഇതുവഴി വരുമ്പോഴേ ഇതുവഴി വരുമായിരുന്നു രാത്രി കേട്ടോ. അന്നേരം ഹമ്പ് പോലൊരു സാധനം ചാടി. അടുത്ത ദിവസം പോയി പത്രത്തിൽ നോക്കിയപ്പോഴായിരുന്നു പെരുമ്പാമ്പ്. ഇവിടെ ഞാൻ ഇതുവഴി വരുമ്പോൾ പെരുമ്പാമ്പിനെ മണ്ടക്കൂടെ ഞാൻ ചാടി. ഞാൻ വിചാരിച്ചത് ഹമ്പാന്ന്. മുട്ടനൊരെണ്ണം. കാട്ടിക്കൂടിയുള്ള റൈഡ്. കാട്ടിക്കുള്ള റൈഡുകളായിരുന്നു. നല്ല രസമാണ്. പൈൻ ഫോറസ്റ്റ് ഇടയ്ക്കൂടെ മറ്റേ ചെറിയ ചെറിയ വീടുകളും മറ്റേ ഈ പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഏരിയകളൊക്കെ ഇല്ലേ, രസമായിരുന്നു. അത് പഴയ വിന്റേജ് കാർ. ഓക്കെ, അപ്പം ഞങ്ങൾ ബാക്കി അതെ ബാക്കി ഒന്ന് കറങ്ങട്ടെ. ബാക്കി ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇപ്പം ഞങ്ങളൊരു കാടിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. കൊടുങ്കാടാണ്, കൊടുങ്കാട്. റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡൊക്കെ നല്ലതായിരുന്നു. നല്ല റൈഡായിരുന്നു. ആ ഫോറസ്റ്റിലുള്ള യാത്രയൊക്കെ ഓക്കെ. നല്ല കാറ്റും റോഡൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. ആയിരുന്നല്ലേ? നല്ല റോഡായിരുന്നു. ആൾക്കാർക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, വണ്ടികൾക്ക് മാത്രം. അത് തന്നെ. അപ്പം ഇതൊക്കെയാണ് വീഡിയോ ഇന്നത്തെ ഇത്. പിന്നെ ഇനി അപ്പം ബാക്കി ഇവന് പാത്രമൊക്കെ കഴുകാനുണ്ട് വീട്ടില്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഓക്കെ, ബൈ ബൈ.